കല്യാണ സദ്യകളിലൊക്കെ ഉണ്ടാക്കുന്ന ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു 2-3 മാങ്ങ വെച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ 2 എടുത്തത്. അപ്പോൾ അധികം പുളിയുള്ളത് ഒരുപാടങ്ങ് പുളിയില്ലാത്തതും എടുക്കരുത്. അപ്പോൾ ഇതൊന്ന് നമ്മൾ കഴുകിയിട്ട് ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. തൊലിയോട് കൂടി തന്നെ കേട്ടോ കട്ട് ചെയ്ത് വെക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ അങ്ങ് മാറ്റി വെക്കാം. അപ്പോൾ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രിയൊക്കെ ഇതുപോലെ അങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാങ്ങയിൽ നല്ലോണം അങ്ങ് ഉപ്പ് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അച്ചാറാക്കി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് 1 മണിക്കൂറേ മാറ്റി വെക്കുന്നുള്ളൂ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ ഒരു ഇത്തിരി ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു മുളക് പൊടിയുടെ കളറ് മാറി വരുന്നവരെ ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് കരിഞ്ഞു പോകരുത്. ഒന്ന് കരിഞ്ഞു പോകുന്നു തോന്നുന്ന സമയത്ത് അങ്ങ് ഫ്ലെയിം ഓഫ് ആയിക്കൊള്ളണം. അപ്പോൾ ഇത് ഒന്ന് ഒരു കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ ഡയറക്റ്റായിട്ട് ഉപ്പ് പിടിച്ച ആ ഒരു മാങ്ങയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നല്ലോണം മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഉപ്പൊക്കെ നന്നായിട്ട് മാങ്ങയിലങ്ങ് പിടിച്ച് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാങ്ങ അച്ചാർ കുറച്ച് കാലമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് വിനാഗിരി ചൂടാക്കിയിട്ട് ഒന്ന് തണിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് ലൂസായിട്ടുള്ള അച്ചാർ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് വറുത്തിടണം. അപ്പോൾ എള്ളെണ്ണ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കടുകും കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്കിതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇരിക്കും തോറും രുചി കൂടുന്ന അച്ചാറാണ്. അതിന് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല മാങ്ങ വേണം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളിത് ഇതിലേക്ക് വറുത്തിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് അത്യാവശ്യം ഒരു ചാറ് ഉണ്ടാകും ഇതിന്. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അങ്ങ് 2 ടേബിൾ സ്പൂൺ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ എരിവാണെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്